Hi children, ഇന്ന് നമ്മൾ സോങ് ഓഫ് ദ റെയിനിൻ്റെ അവസാനത്തെ 3 സ്റ്റാൻസാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ മഴ തൻ്റെ ആത്മകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ എന്താണ് പറയുന്നത്? ഈ അന്തരീക്ഷത്തിലെ ചൂട് വായു ആണ് എനിക്ക് ജന്മം നൽകുന്നത്. അപ്പം ആ ചൂട് വായു, അതായത് കടലിൽ നിന്നും നീരാവിയായി, ഈ ചൂട് വായു കടലിൽ നിന്നും നീരാവിയായി മുകളിലോട്ട് പോയി കാർമേഘമായി മാറുകയും ആ കാർമേഘമാണ് പിന്നീട് മഴയായിട്ട് പെയ്യുന്നത്. അപ്പം അന്തരീക്ഷത്തിലെ ചൂട് വായു എനിക്ക് ജന്മം നൽകുന്നു. അപ്പം ഈ ചുട്ടുപഴുത്ത് കിടക്കുന്ന കടലിലെ ആ വെള്ളം നീരാവിയായിട്ട് മുകളിലോട്ട് പോവുകയും ആ നീരാവി മുകളിലെ കാർമേഘമായി രൂപം കൊള്ളുകയും പിന്നീട് അത് മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നു. അപ്പം അതാണ് പറയുന്നത്, അന്തരീക്ഷത്തിലെ ഈ ചൂട് വായു മുകളിലോട്ട് നീരാവിയായി പൊങ്ങുകയും അവിടെ നിന്ന് തിരിച്ച് കാർമേഘമായിട്ട് മാറി മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ അന്തരീക്ഷത്തിലെ ചൂട് എനിക്ക് ജന്മം നൽകുന്നു. ആർക്ക്? മഴയ്ക്ക്. ഞാൻ തിരിച്ചെന്താണ് ചെയ്യുന്നത്? കാർമേഘത്തിൻ്റെ അവിടെ ചെന്നിട്ട് മഴയായിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് പെയ്യുകയും ഈ എനിക്ക് ജന്മം തന്ന ചൂടിനെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, നല്ല അന്തരീക്ഷമൊക്കെ നല്ല ചൂട് മാറി തണുപ്പാവും. അപ്പം എനിക്ക് ജന്മം തന്ന ചൂടിനെ ഞാൻ മുകളിലോട്ട് പോയി മഴയായിട്ട് പെയ്ത് തണുപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഏതുപോലെയാണ് അപ്പം ഈ പ്രതിഭാസത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ആസ് എ വുമൺ ടേക്സ് സ്ട്രെങ്ത് ഫ്രം എ മാൻ. ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ശക്തിയും ധൈര്യവും. ഒരു സ്ത്രീക്ക് ധൈര്യവും ശക്തിയും എല്ലാം കിട്ടുന്നത് പുരുഷനിൽ നിന്നാണ്. അപ്പം അങ്ങനെ ആർജിച്ചെടുക്കുന്ന ആ ശക്തിയും ധൈര്യവും ആ സ്ത്രീ ആ പുരുഷനെ തന്നെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണോ അന്തരീക്ഷത്തിലെ ചൂട് എനിക്ക് ജന്മം നൽകി ഞാൻ മുകളിലോട്ട് പോയി കാർമേഘമായി മാറി തിരിച്ച് താഴോട്ട് മഴയായി പെയ്ത് എനിക്ക് ജന്മം തന്ന ആ ചൂടിനെ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും നേടിയെടുക്കുന്ന ശക്തിയും ധൈര്യവും ഉപയോഗിച്ച് ആ പുരുഷനെ തന്നെ കീഴ്പ്പെടുത്തുകയാണ്. അപ്പം ഇവിടെ ആദവും ഹവ്വയുടെയും കഥയാണ് നമുക്കിവിടെ ഓർമ്മ വരുന്നത്. അപ്പം ആദാമിൻ്റെ വാര്യലിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. അപ്പം ആ ഹവ്വ തന്നെയാണ് പിന്നീട് വിലക്കപ്പെട്ട കനി കഴിക്കാനായിട്ട് ആദാമിനെ പ്രേരിപ്പിക്കുകയും പിന്നെ അത് നാശത്തിലോട്ട് വഴിതെളിക്കുകയും ചെയ്തത്. അപ്പം ആദാമിൻ്റെ വാര്യലിൽ നിന്ന് ഉടലെടുത്ത ആ ശക്തിയും ജീവനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹവ്വ ഈ ആദാമിനെ നശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. ആ ഒരു ബൈബിളിലെ പരാമർശമാണ് നമുക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. അപ്പം ഈ എങ്ങനെയാണോ അന്തരീക്ഷത്തിലെ ചൂടിൽ നിന്നും ജനിക്കുന്ന മഴയെ മുകളിലോട്ട് കാർമേഘമായി മാറി താഴോട്ട് പെയ്ത് ആ ചൂടിനെ തന്നെ നശിപ്പിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും നേടിയെടുക്കുന്ന ശക്തിയും ധൈര്യവും ഉപയോഗിച്ച് ആ പുരുഷനെ തന്നെ കീഴ്പ്പെടുത്താനും നശിപ്പിക്കാനും ശ്രമിക്കുന്നത്. അപ്പം അതിന് ഇവിടെ എന്താണ് വരുന്നത്? ആസ് എ വുമൺ ഓവർ പവേഴ്സ് മാൻ, അല്ലേ? ഒരു സ്ത്രീ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു അല്ലെങ്കിൽ പുരുഷനെ കീഴ്പ്പെടുത്തുന്നു. അവിടെ ആ വരിയിൽ സിമിലിയാണ് വരുന്നത്. ലൈക്കും ആസും വരുന്ന വരികൾ സിമിലിയാണ്. നമ്മൾ നേരത്തെ ഒരു സിമിലി പഠിച്ചു.
ഐ ആം ലൈക്ക് എർത്തലി ലൈഫ്, അവിടെ ലൈക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ആസ് എ വുമൺ ഓവർ പവേഴ്സ് മാൻ, ഒരു സ്ത്രീ പുരുഷനെ കീഴടക്കുന്നത് പോലെയാണ് മഴ തനിക്ക് ജന്മം തന്ന ചൂടിനെ നശിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ സിമിലിയാണ് ആ വരിയുടെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെൻസ, ഞാൻ കടലിൻ്റെ ഗദ്ഗതമാണ് അല്ലെങ്കിൽ നിശ്വാസമാണ്. പിന്നെ പാടങ്ങളുടെ ചിരിയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കണ്ണുനീരെന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസ, ഞാൻ കടലിൻ്റെ ഗദ്ഗതമാണ്, പാടങ്ങളുടെ ചിരിയാണ്, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കണ്ണുനീരാണ്. അപ്പം ഐ ആം ദ സൈ ഓഫ് സീ, ഐ ആം ദ ടിയേഴ്സ് ഓഫ് ഹെവൻ, ഐ ആം ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്. ഞാൻ ഇന്നതാകുന്നു എന്ന് പറയുന്ന വരികളെല്ലാം മെറ്റഫറാണ് വരുന്നത്. അവിടെ ലൈക്കും ആസും ഇല്ലെങ്കിലും ആ വരികളിലെല്ലാം ഞാൻ ഇന്നതാണ് എന്ന് പറയുന്നത് ഐ ആം വരുന്നതെല്ലാം, എല്ലാ വരികളും മുമ്പ് പഠിപ്പിച്ച സ്റ്റാൻസയിലും ഐ ആം വരുന്ന എല്ലാ വരികളും മെറ്റഫറാണ്. ലൈക്കും ആസും വരുന്ന വരികൾ എന്താണ്? സിമിലിയാണ്. ഐ ആം ലൈക്ക് എർത്തലി ലൈഫ് ആസ് എ വുമൺ ഓവർ പവേഴ്സ് മാൻ എന്നുള്ള വരി ആസ് വന്നതുകൊണ്ട് സിമിലിയാണ്. പിന്നെ ഐ ആം ദ ടിയേഴ്സ് ഓഫ് ഹെവൻ, ഐ ആം ദ സൈ ഓഫ് ദ സീ, ഐ ആം ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്. ഐ ആം ഞാൻ ഇന്നതാകുന്നു എന്ന് പറയുന്നതെല്ലാം എന്താണ്? മെറ്റഫറാണ്, രൂപകമാണ്. പിന്നെ സൈ ഓഫ് ദ സീ, കടലിൻ്റെ ഗദ്ഗതമാണ്. അവിടെ സൈ ഓഫ് ദ സീ, അവിടെ എസ് അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം അവിടെ ആലിട്രേഷനാണ് വരുന്നത്. ഐ ആം ദ സൈ ഓഫ് ദ സീ എന്നുള്ള വരി ആലിട്രേഷനാണ്, എസ് അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റെൻസയിൽ ഈ മഴ തൻ്റെ ആത്മകഥ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ? സന്തോഷത്തോടുകൂടി ആത്മകഥ അവസാനിപ്പിക്കുകയാണ്. വിത്ത് ലവ്. എന്താണ്? സ്നേഹത്തിൻ്റെ ആഴക്കടലാകുന്ന ഗദ്ഗതങ്ങളിൽ നിന്ന്. അപ്പം ഒരു സന്തോഷത്തോടെയാണ് ഈ കവിത തുടങ്ങിയത്. അപ്പം കവിത അവസാനിക്കുമ്പോൾ ഒരു തത്വാത്മക ചിന്തയാണ് വരുന്നത്. അവിടെ 4 ക്വാളിറ്റീസാണ് തത്വാത്മക ചിന്ത രൂപത്തിൽ കവിത അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ്? സ്നേഹം, വാത്സല്യം, സന്തോഷം, ദുഃഖം, ഇതെല്ലാം കൂടി കലർന്ന ഒരു തത്വാത്മക ചിന്താ രൂപത്തിലാണ് ഈ കവിത അവസാനിക്കുന്നത്. ഫിലോസോഫിക്കൽ മൂഡിലാണ് കവിത അവസാനിക്കുന്നത്. കവിത തുടങ്ങുന്നത് നല്ല പ്ലസന്റ് മൂഡിലാണ്, സന്തോഷകരമായ മൂഡിലാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? വളരെ സ്നേഹത്തോടു കൂടിയാണ് മഴ അതിൻ്റെ ആത്മകഥ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ആഴക്കടലാകുന്ന ഗദ്ഗതങ്ങളിൽ നിന്ന്, പിന്നെ നിറപ്പകിട്ടാർന്ന ആത്മാക്കളുടെ വയലുകളിൽ നിന്ന്, ആത്മാക്കളുടെ നിറപ്പകിട്ടാർന്ന ചിരിയിൽ നിന്ന്, ആത്മാക്കളുടെ നിറപ്പകിട്ടാർന്ന ചിരിയിൽ നിന്ന്, പിന്നെ അനന്തമായ ഓർമ്മകളുടെ എന്താണ്? സ്വർഗത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന്, അനന്തമായ ഓർമ്മകളുടെ സ്വർഗത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന് ആണ് ഈ മഴ ഉത്ഭവിക്കുന്നത്. അപ്പം ഈ മഴ ഭൂമിയും സ്വർഗവും നിലനിൽക്കുന്ന കാലം വരെയും മനുഷ്യ മനസ്സുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതൊന്നുകൂടെ പറയാം. വളരെ സ്നേഹത്തോടു കൂടിയാണ് കവിത അവസാനിക്കുന്നത്. തൻ്റെ ആത്മകഥ എന്താണ്? ഈ മഴ അവസാനിപ്പിക്കുന്നത് വളരെ സ്നേഹത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. എന്താണ്? സ്നേഹത്തിൻ്റെ ആഴക്കടലായ ഗദ്ഗതങ്ങളിൽ നിന്ന്, ആത്മാക്കളുടെ നിറപ്പകിട്ടാർന്ന ഫീൽഡ്
ഫീൽഡ് ഓഫ് ലാഫ്റ്റർ, ചിരിയുടെ പാടങ്ങളിൽ നിന്ന്. പിന്നെ അനന്തമായ ഓർമ്മകളുടെ അനന്തമായ ഓർമ്മകളുടെ സ്വർഗത്തിൻ്റെ കണ്ണീരിൽ നിന്ന് എല്ലാമാണ് മഴ ഉടലെടുക്കുന്നത്. ഭൂമിയും സ്വർഗവും നിലനിൽക്കുന്നത് വരെ ഈ മഴ മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, പിന്നെ ഈ കടലിൽ നിന്നും പൊങ്ങുന്ന ചൂടുവായു നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നത് കടലിൻ്റെ നിശ്വാസമാണെന്നാണ് പറയുന്നത്. കടലിൻ്റെ ഗദ്ഗതമാണ്. കടലിൽ നിന്നും ചൂടുവായു നീരാവിയായി മുകളിലോട്ട് പൊങ്ങുകയും താഴേക്ക് മഴയായിട്ട് വീണ്ടും പെയ്യുകയും ചെയ്യുന്നു. അതാണ് ഐ ആം ദ സൈ ഓഫ് ദ സീ. സ്നേഹത്തിൻ്റെ ആഴക്കടലായ ഗദ്ഗതങ്ങളിൽ നിന്നും, അതുപോലെ ആത്മാക്കളുടെ നിറപ്പകിട്ടാർന്ന വയലുകളുടെ പുഞ്ചിരിയിൽ നിന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ്, ആത്മീയമായ മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസരമാണ് മഴ കാരണം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ വയലിൻ്റെ ചിരിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? മഴ താഴോട്ട് പെയ്യുമ്പോൾ വയലുകളെല്ലാം സന്തോഷിക്കുന്നു. ഉണങ്ങി വരണ്ട് കിടക്കുന്ന വയലുകളെല്ലാം മഴ താഴോട്ട് പെയ്യുമ്പോൾ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആത്മാക്കളുടെ നിറപ്പകിട്ടാർന്ന വയലുകളുടെ ചിരിയിൽ നിന്നും എന്നവിടെ പറയുന്നത്. മഴ താഴെ പാടങ്ങളിൽ പെയ്യുമ്പോൾ ആ പാടത്തെ എല്ലാ ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ വളരെ സന്തോഷമാണ്. അതിന് കിളിർത്ത് വളരാൻ പറ്റും. പിന്നെ അനന്തമായ ഓർമ്മകളുടെ, അതായത് മാനവരാശിക്ക് നല്ലതും ചീത്തയുമായ ഒരുപാട് അനന്തമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന സ്വർഗത്തിൻ്റെ കണ്ണുനീരായിട്ടാണ് മഴയെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അനന്തമായ ഓർമ്മകളുടെ സ്വർഗത്തിൻ്റെ കണ്ണുനീരായിട്ടാണ് മഴയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം മാനവരാശിക്ക് എന്നെന്നും ഓർക്കാനായിട്ട് നല്ല കുറേ ഓർമ്മകൾ എപ്പോഴും സ്വർഗത്തിൽ നിന്നും കണ്ണുനീരായിട്ട് പെയ്തിറങ്ങിയാണ്. അപ്പം അതിനെയാണ് അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അനന്തമായ ഓർമ്മകളുടെ സ്വർഗത്തിൻ്റെ കണ്ണീരിൽ നിന്നും ആണ് മഴ ഉത്ഭവിക്കുന്നത്. ഈ ഭൂമിയും സ്വർഗവും ഉള്ളിടത്തോളം കാലം മാനവരാശിക്ക് എന്നും സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിന് മഴ ഒരു വലിയ സഹായകമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത നിർത്തുന്നത്. അപ്പം ഇതിൽ ഇപ്പം പഠിച്ച വരികളിൽ ഐ ആം ദ സൈ ഓഫ് ദ സീ, അവിടെ സൈ ഓഫ് ദ സീ ആലിട്രേഷനാണ്. ഐ ആം ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്, ഐ ആം ദ ടിയേഴ്സ് ഓഫ് ഹെവൻ, ആ 3 വരിയും മെറ്റഫറാണ്. സൈ ഓഫ് ദ സീ ആലിട്രേഷനാണ്. പിന്നെ ദ ഹീറ്റ് ഇൻ ദ എയർ ഗീവ് ബർത്ത് ടു മീ, അന്തരീക്ഷത്തിലെ ചൂട് എനിക്ക് ജന്മം നൽകുന്നു. അവിടെ വരുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. അപ്പം അന്തരീക്ഷത്തിലെ ചൂടിന് ഒരിക്കലും ജന്മം കൊടുക്കാൻ പറ്റില്ല. ജന്മം കൊടുക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. അപ്പം നോൺ ലിവിങ് തിങ് ആയ ഹീറ്റിന് ജന്മം കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ, നോൺ ലിവിങ് തിങ് ആയ ഹീറ്റിന് മഴയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷനാണ്. ദ ഹീറ്റ് ഇൻ ദ എയർ ഗീവ് റൈസ് ടു മീ, ബർത്ത് ടു മീ, അതായത് അന്തരീക്ഷത്തിലെ ചൂട് എനിക്ക് ജന്മം നൽകുന്നു. ഈ ജന്മം നൽകാനൊക്കെ മനുഷ്യനെ പറ്റുള്ളൂ. അപ്പം നോൺ ലിവിങ് തിങ്സിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുമ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ മെറ്റഫർ അവസാനത്തെ 3 വരിയാണ്. ഐ ആം ദ സൈ ഓഫ് ദ സീ, ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്, പിന്നെ ടിയേഴ്സ് ഓഫ് ഹെവൻ. 3 മെറ്റഫറാണ്. സൈ ഓഫ് സീ ലിറ്ററേഷനാണ്. പിന്നെ ഇപ്പം പറഞ്ഞ
ഏതാണ്? ആസ് എ വുമൺ ഓവർ പവേഴ്സ് മാൻ. ഒരു സ്ത്രീ പുരുഷനെ കീഴടക്കുന്നത് പോലെ, പുരുഷനിൽ നിന്നും കിട്ടുന്ന ശക്തി ഉപയോഗിച്ച് പുരുഷനെ കീഴടക്കുന്നത് പോലെയാണ് തനിക്ക് ജന്മം നൽകിയ ചൂടിനെ മുകളിലോട്ട് പോയി മഴയായിട്ട് താഴോട്ട് വന്ന് തനിക്ക് ജന്മം നൽകിയ ചൂടിനെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ആസ് എ വുമൺ ഓവർ പവേഴ്സ് മാൻ, ആ വരി എന്ന് പറയുന്നത് സിമിലിയാണ്. ലൈക്കും ആസും വരുന്ന വരികൾ സിമിലിയാണ്. ഐ ആം ലൈക്ക് എർത്തലി ലൈഫാണ് മറ്റൊരു സിമിലിയുടെ ഉദാഹരണം. പിന്നെ അതിൽ വരുന്നത് ഹെവൻ ഓഫ് മെമ്മറീസ്. അവിടെ എന്നുള്ള വവല് വരുന്നുണ്ട്. മെമ്മറീസ് അവിടെ ഇ ഒ എ ഈ 3 വവലും വാക്കുകളുടെ നടുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഹെവൻ ഓഫ് മെമ്മറീസ് എന്നുള്ള വരി ഇതാണ്, അസണൻസ് ആണ്. അസണൻസ് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട്സ് വാക്കിൻ്റെ നടുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. ഹെവൻ ഓഫ് മെമ്മറീസ് എന്ന് പറയുന്നത് എന്താണ്? അസണൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. പിന്നെ അതിൽ ലിറ്ററേഷൻ മുമ്പ് പഠിച്ച സ്റ്റാൻസയിലുണ്ട്. ഡോട്ടർ ഓഫ് ഡൗൺ, പേൾസ് പ്ലക്ഡ്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ഇതാണ് ലിറ്ററേഷനാണ്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ വരുന്നത് പിന്നെ ഹിൽസ് ലാഫ്, അതുപോലെ എന്താണ് ഫ്ലവേഴ്സ് റിജോയ്സ്, ഇതെല്ലാം പേഴ്സോണിഫിക്കേഷനാണ്. അതായത് നോൺ ലിവിങ് തിങ്സിന് ലിവിങ് തിങ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇമേജസ് എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാം വിഷ്വൽ ഇമേജസ് ആണ്. ഫ്ലവേഴ്സ്, ഹിൽസ്, ക്ലൗഡ്സ് എല്ലാം വരും. ഓഡിറ്ററി ഇമേജിൽ വരുന്നത് കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത് ഹിൽസ്, ലാഫം, തണ്ടർ, പിന്നെ ഇതൊക്കെയാണ് ഇത് ഓഡിറ്ററി ഇമേജിൽ വരുന്നത്. പിന്നെ ഐ ജെന്റ്ലി ടച്ച് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. ഞാൻ എൻ്റെ മൃദുവായ കരങ്ങൾ കൊണ്ട് ജനാലയിൽ തടവുന്നു. അവിടെ ടാക്ടൈൽ ഇമേജാണ് വരുന്നത്. സ്പർശനത്തിലൂടെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, ഇത് 3 അതിൽ വരുന്നതാണ്. പിന്നെ അല്യൂഷൻ വരുന്നുണ്ട്. ക്രൗൺ ഓഫ് ഇഷ്ടാർ, പുരാണ കഥകളിൽ നിന്നും പരാമർശം വരികയാണെങ്കിൽ, ഇഷ്ടാർ എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ ദേവതയാണ്. അപ്പം ആ ഇഷ്ടാറിൻ്റെ പരാമർശം അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് അല്യൂഷനാണ് അവിടെ വരുന്നത്. പിന്നെ ഹൈപ്പർബലി, ലക്ഷോപലക്ഷം രീതിയിൽ മഴ താഴോട്ടിറങ്ങി വന്ന് പൂക്കളെ ഉണരുന്നു. ഐ എംബ്രേസ് ദ ഫ്ലവേഴ്സ് ഇൻ എ മില്യൺ ലിറ്റിൽ വേസ്. ആ വരി ഹൈപ്പർബലിയാണ്, പെരുപ്പിച്ച് പറയുകയാണ്. ദശലക്ഷം രീതിയിൽ ഞാൻ പൂക്കളെയും ചെടികളെയും മരങ്ങളെയൊക്കെ പുണരുന്നു എന്ന് പറയുമ്പോൾ ഹൈപ്പർബലിയാണ് അവിടെ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ കവിതയിൽ പ്രത്യേകിച്ചും പഠിക്കേണ്ടത്. അപ്രീസിയേഷൻ എഴുതുമ്പോൾ ആദ്യം ഓദറിനെ കുറിച്ച് എഴുതുക. പിന്നെ ദ പോയം ഈസ് ദ എന്താണ് ദ പോയം ഈസ് ഇൻ ദ ഫോം ഓഫ് ദ റെയിൻ ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി, ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ റെയിൻ. പിന്നെ എന്താണ് ഖാലിൽ ഗിബ്രാനെ കുറിച്ച് എഴുതാം. പിന്നെ മഴയുടെ ആത്മകഥയാണെന്ന് എഴുതാം. എന്നിട്ട് കവിതയുടെ സാരാംശം സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാം. തേർഡ് പാരഗ്രാഫിൽ ഫിഗർ ഓഫ് സ്പീച്ച്, റൈം സ്കീം, റൈമിംഗ് വേർഡ്സ് ഇതെല്ലാം എഴുതാം. ഇങ്ങനെയാണ് എന്തെഴുതേണ്ടത്, അപ്രീസിയേഷൻ എഴുതേണ്ടത്. 2-3 പാരഗ്രാഫിലായിട്ട് വേണം എഴുതാം. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.